സ്കാനിങ് റിപ്പോർട്ടിന്റെ വലിയ ഫയൽ ഉണ്ടോ? വേറെ ആരെങ്കിലും ഇല്ല? എടാ അത് ബുക്ക് അതിനകത്തുണ്ടോ? ഇല്ല. അതല്ല അത് വേണ്ട അത് വേണ്ട അതുണ്ട്. ഈ ഫയലുണ്ട്, വലിയൊരു തൂക്കം എപ്പോഴും സഞ്ചി കൊണ്ട് വരുന്നത്. അതിൻ്റെ രണ്ട് സൈഡിൽ അവരുടെ പരസ്യം, ആശുപത്രിയുടെ ഫോട്ടോ, ഒക്കെ അവരുടെ പരസ്യം. 6000 രൂപയ്ക്ക് അവരുടെ പരസ്യം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. 6000 രൂപ നിങ്ങൾ കൊടുത്തിട്ട് അവരുടെ പരസ്യം. അതിന് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കാനിങ്ങിനകത്തിരിക്കുക. നിങ്ങൾ ഈ സ്കാനിങ് ഇപ്പോൾ തന്നില്ലേ, അത് നിങ്ങളുടെ അല്ലെന്നറിയാം. ആ പേപ്പർ നിങ്ങളുടെ അല്ല. ഇതിനകത്ത് IT മേലക്കാരുണ്ട്. IT ഉണ്ടോ? വേറെ ആരുണ്ട്? IT ആണ് ഇത്. എവിടെ? IT അല്ല, IT ഇഷ്ടം പോലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്, നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് എന്താണോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ലേ കമ്പ്യൂട്ടർ തരത്തുള്ളൂ? അത് വേറെ വല്ലതും തരുമോ? പുതിയത് വല്ലതും തരുമോ? അപ്പോ ആ കമ്പ്യൂട്ടറിനകത്ത് എന്താണോ ഫീഡ് ചെയ്തിരിക്കുന്നത് അതാ നിങ്ങൾക്ക് തരുന്ന സാധനം. നിങ്ങളുടെ സാധനം അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പഠിച്ചതിനകത്ത് തരണം. മുഹമ്മദ് 56 വയസ്സ്, ഇതിനകത്ത് ഇന്ന പ്രശ്നം എന്നതിനകത്ത് ആദ്യമേ അടിച്ചിട്ടാൽ അത് നിങ്ങളെ ടെലി ചെയ്യാൻ പറ്റുള്ളൂ. എന്താണോ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണേ അതേ തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ തരത്തില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിലിരിക്കുന്ന ഫയല് ഫോണൊന്ന് ഓഫ് ചെയ്തേ. നിങ്ങൾ ഓഫ് ചെയ്താൽ അങ്ങനെ ശരിയാവില്ല, സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന ഫയൽ നിങ്ങളുടെയാണോ? അതിന് മിനിമം ഒരു 5 എണ്ണത്തിന്റെ ഏകദേശ രൂപമാണ് നിങ്ങളുടെ എഴുതിയിരിക്കണേ. ഓരോ പീസ് കാണിച്ചിരിക്കുമല്ലോ. ഇത് ഏതാണെന്ന് കൃത്യമായി പഠിക്കണമെങ്കിൽ ഒരു 25 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർക്ക് അത് കണ്ടാൽ പോലും മനസ്സിലാവുള്ളൂ. അല്ലാത്തൊരു ആ രോഗം പോലും മനസ്സിലാവില്ല. ശരിയോ തെറ്റോ? നമ്മളാരും ഇതൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ കുറച്ച് നമ്പരും കൊണ്ട് നടക്കുക, എന്നെ കൂടെ പറ്റിക്കാം. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഞാൻ നോക്കാൻ ചെന്ന്. അന്നേരം ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും ഞാൻ നോക്കിയാൽ മതി എന്നായിരുന്നു നിങ്ങളുടെ ഞങ്ങൾ. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്ന ഒരു എഞ്ചിനീയർ വന്നായിരുന്നു. അത് ഫിലിപ്സ് കമ്പനിയുടെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു എഞ്ചിനീയർ. അയാൾ പറഞ്ഞൊരു വാചകം കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഒരു പുതിയ കമ്പനിക്ക് ഒത്തിരി ഓർഡർ ഉണ്ട്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രോഗമില്ലാത്തവന്റെ ഫോട്ടോ അതിനകത്ത് ഇടരുത്. എല്ലാം മനസ്സിലായ? രോഗമില്ലാത്തവന്റെ ഫോട്ടോ അതിനകത്ത് ഇട്ടാൽ ടെലി ചെയ്യുമ്പോൾ രോഗമില്ലെന്ന് കാണിക്കും. എല്ലാവർക്കും രോഗം ഉണ്ടാവണം. മനസ്സിലായ? ഇതാണ് നിങ്ങളുടെ ഇരിക്കുന്ന പേപ്പർ. അത് ഫിലിപ്സ് കമ്പനിയുടെയാണ്, അല്ല വേറെ ചെറിയ കമ്പനിയൊന്നും അല്ല. IT പഠിച്ചവർക്ക് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായില്ല? ഇത് നിങ്ങൾ തലയ്ക്കകത്ത് ഇതുവരെ കയറിയോ? ഇനി സ്കാനിങ് അല്ല, ഇനി നമ്മുടെ ഇതുണ്ടല്ലോ ലാബ് ടെക്നീഷ്യൻ. ഞാനൊന്ന് പഠിക്കാൻ പോയി. അത് പഠിക്കാൻ പോയപ്പോഴാണ് അവിടെ നിന്ന് അടുത്ത രഹസ്യം കിട്ടിയത്. ലാബ് വഴി ഒരു ടെസ്റ്റും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തില് RBC ഒരു സെക്കൻഡില് 25 ലക്ഷത്തിൽ പരം ജനിച്ചു മരിക്കുന്നുണ്ടോ ഇല്ലയോ? പഠിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡിലാണ് 25 ലക്ഷത്തിൽ പരം ജനിച്ചു മരിക്കുന്ന RBC ഒരു മിനിറ്റില് 1000കണക്കിന് ഷേപ്പായിട്ട് മാറും. ഏത് ഷേപ്പിലൊക്കെ എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ തരത്തിൽ അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ കോശങ്ങളും, ഓരോ ബ്ലഡിലെ കോശങ്ങളും. അതില് അരമണിക്കൂറാണ് സെറ്റിലിങ്ങിന് വെക്കുന്നത്. ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റിങ് വെക്കുമ്പോ 1/2 മണിക്കൂർ വെച്ചിട്ട് സെറ്റിലിംഗ് ആവുള്ളൂ. അപ്പോഴത്തേക്ക് ആ ബ്ലഡിനകത്ത് എന്തെല്ലാം പരിവർത്തനം നടന്നു കഴിഞ്ഞു. കഴിഞ്ഞില്ലയോ?
സത്യമാണോ? ആ ബ്ലഡ് ടെസ്റ്റ് ഇതിനകത്ത് പിന്നെടുക്കുമ്പോൾ മൂന്നാറിലെ ടെസ്റ്റ് അല്ല ചേർത്തലയിലെ ടെസ്റ്റ്, മൂന്നാറിലെ കൊഴുപ്പല്ല ഇവിടുത്തെ കൊഴുപ്പ്. മൂന്നാറില് വെളുപ്പാങ്കാലത്ത് എടുക്കുന്ന കൊളസ്ട്രോളും ഇപ്പം എടുക്കുന്ന കൊളസ്ട്രോളും ഉച്ചയ്ക്ക് എടുക്കുന്ന കൊളസ്ട്രോളും വൈകുന്നേരം എടുക്കുന്ന കൊളസ്ട്രോളും എല്ലാം വ്യത്യാസമാണ്. തണുപ്പ് കൂടി നിൽക്കുന്ന സമയത്ത് കൊളസ്ട്രോളിന് ഞങ്ങൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂടും. കാരണം ഈ കൊഴുപ്പ് തൊലിയുടെ അടിയിൽ കയറ്റി ചെമ്പരിച്ച് വെക്കുമ്പോഴാണ് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അകത്തിരിക്കുന്ന കൊഴുപ്പുകളെ എല്ലാം എടുത്ത് തൊലിയുടെ അടിയിൽ കൊണ്ടുവരും. അങ്ങനെയാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിന്റെ തെളിവ് നമ്മുടെ നാടൻ പശുക്കളുടെ മുഖത്തൊരു പൂഞ്ഞുണ്ട്. സായിപ്പിന്റെ പശുവിന് പൂഞ്ഞില്ല. ഈ നാടൻ പശുവിന്റെ മുഖത്തിരിക്കുന്ന പൂഞ്ഞ് തണുപ്പാകുമ്പോൾ അങ്ങ് ചെറുതാവും. തണുപ്പ് സമയത്ത് ഈ കുഞ്ഞിനകത്തിരിക്കുന്ന കൊഴുപ്പ് തൊലിയുടെ അടിയിൽ കയറ്റും. ചൂട് സമയമാകുമ്പോൾ ഇനി മേളിൽ കയറ്റും. അന്നേരം വലുതായിരിക്കും. സായിപ്പിന്റെ നാട്ടിൽ എന്നും തണുപ്പായതുകൊണ്ട് ഇയാൾക്ക് പൂഞ്ഞിന്റെ ആവശ്യമില്ല, എപ്പോഴും അറിയില്ല. അങ്ങനെയാണ് അവൻ രക്ഷപ്പെടുന്നത്. അതേപോലെ നമ്മുടെ ശരീരവും പ്രകൃതി എന്തോ ശരിയോ തെറ്റോ? പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ശരീരത്തിൻ്റെതായ ഓരോ കാലാവസ്ഥയ്ക്കും ഒരു ഭൂപ്രകൃതിക്കും ഒരു ഋതുക്കൾക്കും അനുസരിച്ച് ചില ഘടനകളുണ്ട്. ചൂട് സമയത്ത് ഇഷ്ടം പോലെ വെള്ളം കുടിക്കും, ശാപ്പാട് കുറച്ച് കഴിക്കും. തണുപ്പ് സമയത്ത് ഇഷ്ടം പോലെ ശാപ്പാട് കഴിക്കും, വെള്ളം കുറച്ച് കുടിക്കും. ശരിയോ തെറ്റാ? ഇത് നിങ്ങൾ ഏത് ടൈപ്പിലാണ് കണ്ടുപിടിക്കണേ? പ്രകൃതി ശരീരം ഓരോ നിമിഷങ്ങളിലും എങ്ങനെ നമ്മളെ രക്ഷിക്കണമെന്ന് അവന് കൃത്യമായൊരു അജണ്ടയുണ്ട്. അതിനെ തകിടം മറിക്കരുത്. ആ തകിടം മറിച്ചതിന്റെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇരിക്കേണ്ട ഗതികേട് വന്നത്. ശരീരത്തെ പഠിക്കാത്ത ഇതാരാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് കച്ചവടം നടത്തുന്നത്, ഇതാരാണ് ഇത് നിയന്ത്രിക്കുന്നത് പഠിക്കാത്ത. അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം അല്ല യഥാർത്ഥ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം പഠിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ പോകണമെന്നറിയോ? പഴമയിലേക്ക് തിരിച്ചു പോകണം. ഖുറാൻ, ബൈബിൾ, വേദം ഇത് മൂന്ന് വെച്ചെടുത്ത് വായിക്കും. അതാണ് വിദ്യാഭ്യാസം. അതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഞാൻ ആരാണ്, എൻ്റെ കർമ്മം എന്താണ്, എൻ്റെ ഉദ്ദേശം എന്താണ്, നിന്റെ ലക്ഷ്യം എന്താണ്, അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, ഗുരുക്കൾ ആരാണ്, ഈ പ്രകൃതി തത്വം എന്താണ്, ഈ പ്രകൃതി നിയമം എന്താണ്, അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ അത് ഈ മൂന്ന് പുസ്തകത്തിലല്ലാതെ വേറൊരു പുസ്തകത്തില്ല. അത് അടിസ്ഥാന വിദ്യാഭ്യാസം. അത് പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ് വിദ്യാലയം. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ശിക്ഷാലയത്തിലാണ്. ശിക്ഷാലയവും വിദ്യാലയവും നിങ്ങൾ തിരിച്ചറിയാത്ത നമ്മൾ വലിയ വലിയ ഡിഗ്രി എടുത്ത് പഠിച്ചിട്ടിരിക്കുക, ഒരു മണ്ണാങ്കട്ടയും പഠിച്ചിട്ടില്ല. ഒന്നും നമുക്ക് മനസ്സിലായില്ല. അതിന്റെ കുഴപ്പമായത് അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഈ 10ാം ക്ലാസ്സുകാരുടെ അടുത്ത് നിങ്ങൾ ഫയലും കൊണ്ട് വരുമോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും മനസ്സിലായി? ശരിയോ തെറ്റോ? നിങ്ങളൊക്കെ ഫയലെടുത്ത ആളുകളാ. എനിക്കറിയാം. ഇനി പറഞ്ഞു. അപ്പൊ ഈ RBC കേട്ടോണം. അവിടുത്തെ മൂന്നാറിലെ കൊളസ്ട്രോൾ അല്ല ഇവിടുത്തെ കൊളസ്ട്രോൾ. സായിപ്പിന്റെ നാട്ടിൽ ഇപ്പോഴും കൊളസ്ട്രോൾ 300-350 അടയ്ക്കാം. നമ്മുടെ നേരത്തെ ഇവിടെ 300 ആളെ കിട്ടാതെ വന്ന് 250 ആക്കി, പിന്നെ ഒരു 220 ആക്കി നോക്കി, പിന്നെ ഒരു 200 ആക്കി നോക്കി, ഇപ്പൊ 150 ആക്കി നോക്കി, ഇപ്പൊ 160 മിനിമം. ആര് ചെന്നാലും കൊളസ്ട്രോൾ പോരെ. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ. ഇതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഷുഗർ പണ്ട് 150 പിന്നെ 140, പിന്നെ 120, പിന്നെ 110, ഇപ്പൊ 60-90. ആര് ചെന്നാലും ബോർഡർ അല്ലെങ്കിലോ വരാതിരിക്കാൻ കഴിച്ചോളൂ ഗുളി എന്ന് പറയുന്ന ആൾക്കാരെ. ഷുഗർ വരാതിരിക്കാൻ അവിടെ വരെ ചെന്നില്ലേ? ചെന്നില്ലയോ? ആ ഷുഗർ പഠിപ്പിക്കാൻ പോണേ. അത് കഴിഞ്ഞ് രസം കേട്ടോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൂടി കയറുമ്പോൾ AC മുറിക്കകത്താണ് അവരിയ്ക്കുന്നത്. നിങ്ങൾ വെളിയിൽ നിന്നാണ് വരുന്നത്. ഓൺ ദി സ്പോട്ടിൽ ചെന്നിട്ട് എടുക്കരുത്, വകുപ്പ് മാറി. ആ ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഘടനയിൽ മാറ്റം വരും. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ഇരിക്കണം. ഇരുന്ന് ആ തണുപ്പ് നമ്മുടെ ശരീരം കൂടെ അഡ്ജസ്റ്റ് ആക്കണം. ആ ടെമ്പറേച്ചർ എടുക്കരുത്. ഇപ്പൊ മനസ്സിലായോ? മാറിയില്ലോ? മാറും. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ 43 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ വെച്ച് ബ്ലഡ് എടുക്കാൻ പാടില്ല. സിറിഞ്ച് 43 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ കൈ വെച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ വെക്കാൻ പാടില്ലെന്ന്.
ഇങ്ങനെ എടുക്കാനേ പാടുള്ളൂ. അതല്ലേ പറഞ്ഞേ. അത് മാത്രം ആ പെങ്കോസിനോട് എങ്ങനെ ബ്ലഡ് എടുക്കണമെന്ന് അറിയോ? അതുകൂടി കേട്ടു. മിനിമം 1 ഫൂട്ടെങ്കിലും ശുദ്ധരക്തം പോയിട്ട് അശുദ്ധരക്തമായിട്ട് തിരിച്ചു വരണം എല്ലാத்தைയും കൂടെ. ആ ഞരമ്പേന്ന് എടുക്കാൻ പാടുള്ളൂ. ഓടി അങ്ങോട്ട് അവിടെ നേരത്തെ തിരിച്ചെടുക്കാൻ പാടില്ല. മനസ്സിലായോ? ശുദ്ധരക്തത്തിൽ നിന്ന് എടുക്കാൻ പാടില്ല, അശുദ്ധരക്തത്തിൽ നിന്ന് വേണം എടുക്കാൻ. അതിൻ്റെയാണ് റേഷ്യോ ആണ് കമ്പനിക്കാരൻ കൊടുത്തിരിക്കുന്നത്. ഈ നിയന്ത്രിക്കുന്ന ആരാ? ഇത് എത്ര വേണമെന്ന് തീരുമാനിക്കുന്ന ആരാ? കമ്പനിക്കാരനാണ്, അല്ലാതെ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളൊന്നും അല്ല. എത്ര കൊളസ്ട്രോൾ എത്ര വേണമെന്നും ക്രിയാറ്റിൻ എത്ര വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന കമ്പനിക്കാരനാണ്. രോഗം ഉണ്ടാക്കുന്നൊരു പ്രസ്ഥാനമാണ് മാർക്കറ്റിൽ കിടക്കണേ. അത് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഈ ഗ്ലൂക്കോമീറ്റർ വെച്ച് പൊട്ടിക്കത്തില്ലേ? ഗ്ലൂക്കോമീറ്റർ വെച്ച് ഭൂലോക തട്ടിപ്പാന്ന് മനസ്സിലായ അത് വെച്ച് ഒരിക്കലും ഷുഗർ പിടിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് എടുത്ത് ആട്ടറിയുന്ന അതോ വെയിനകത്തുന്ന ഇതിനടുത്ത് നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് പറയില്ല. ഇതിനകത്ത് എടുത്ത് നിങ്ങൾ ഇത് പറയും കൊച്ചിനടുത്ത്. ഹലോ നീ വരൂ. ഇല്ല കഥയടുത്ത് ഇവിടെ കൊച്ചിനെ കൊണ്ടവിടെ ചെരുപ്പോട് വരും. ഇല്ല കഥയെടുത്ത് വരും. അല്ല മനസ്സിലായില്ല? ഇവിടെ നിൽക്കും. അപ്പൊ ടെസ്റ്റാണോ? മിനിമം 50ന്റെ വേരിയേഷനേ ഉള്ളൂ. ഇവിടെ 110, 190, 91 ആയാൽ നിലവിളിയാ. അതിനകത്ത് വേരിയേഷൻ അവർ മിനിമം പറഞ്ഞിരിക്കുന്നത് 50. ഈ ഇതിനകത്ത് നിൽക്കുന്നത് ആണോ? 50ന്റെ വ്യത്യാസമുണ്ട്. നല്ല രസമാണ്. അത് കഴിഞ്ഞ് ഒരു 10 ലാബിൽ പോയി നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്താൽ 10 റിസൾട്ട്. അതറിയോ? ആണോ ഇല്ലയോ? പിന്നെ ഇങ്ങനെ ഒരു കാര്യം എടുത്ത് വെച്ചോട്ടെ. വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ഇരിക്കുന്നത് മൊത്തം രസം, നല്ലൊരു രസം പറഞ്ഞു. നിങ്ങൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനം എന്തോ? കഴിക്കുന്ന ആഹാരമല്ലേ ഗ്ലൂക്കോസ്? അതോ വേറെ വല്ലോ ആണോ? തിന്ന ചാപ്പാടിനെയാണ് ഗ്ലൂക്കോസ് പഞ്ചസാര എന്ന് പറയണേ. അതില് ചപ്പാത്തിയും ചോറും കഴിച്ചാൽ ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുമെങ്കിൽ പാല് കുടിച്ചാൽ ലാക്ടോസാ ഉണ്ടാവണേ. ഓറഞ്ചും മുന്തിരിയും കഴിച്ചാൽ ഫ്രക്ടോസാ ഉണ്ടാവണേ. ഇതെവിടെയാ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഗ്ലൂക്കോസ് മാത്രം ടെസ്റ്റ് ചെയ്ത് നടക്കുക. നിങ്ങൾ കുടിച്ച ചായയുടെ എന്തിയെ? നിങ്ങൾ കുടിച്ച ഫ്രൂട്ട്സിന്റെ എന്തിയെ? അപ്പൊ ഇത് തങ്ങളിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മൈക്രോബയോളജി, ബയോകെമിസ്ട്രി പോയി കൾച്ചർ ചെയ്യണം. ഹൈഡ്രജൻ എത്ര, ഓക്സിജൻ എത്ര, കാർബൺ എത്ര, എല്ലാം വേറെ വേറെ കൾച്ചർ ചെയ്യണം. രൂപ 45,000 ടെസ്റ്റ് ചെയ്യാൻ. ഗ്ലൂക്കോസ് അതാരെങ്കിലും ടെസ്റ്റ് ചെയ്തവരുണ്ടോ? എൻ്റെ ഇവിടെ പേപ്പർ 40,000 ടെസ്റ്റ്. അത് മന്ത്രിമാർക്കും വലിയ മുതലാളിമാർക്കും ഉള്ളതാ. ഫ്രീ ആയിട്ട് ചെയ്തതാണ്. നമുക്കൊന്നും കൂടി ഒന്ന് എത്തിപ്പോലും നോക്കാൻ പറ്റില്ല. എല്ലാം മനസ്സിലായ? അപ്പൊ നിങ്ങൾ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഷുഗറോ ഷുഗറോ എന്ന് പറഞ്ഞ് നടക്കൂല്ലേ? എന്ത് ഷുഗർ? അപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിൽ ആരും ടെസ്റ്റ് ചെയ്തെന്ന് ഇപ്പം മനസ്സിലായ? ഞാൻ പറഞ്ഞത് തെറ്റുമെല്ലാം പറഞ്ഞോ? തെറ്റുമെല്ലാം പറഞ്ഞോ? ഇനിയാ രസം. ഇതില് ഈ ഒരു ഈ RBC ഇല്ലേ? ഈ RBC ഓരോ മിനിറ്റിലും 1000കണക്കിന് ഷേപ്പ് ആവുമോ? അതായത് പെൻഡഗൺ, ഹെക്സഗൺ, ഒരു പൊട്ട്, ചന്ദ്രക്കല ഇങ്ങനെ അവസാനം ഒരു സ്പോട്ടാവും. ഇങ്ങനെ 1000കണക്കിന് ഷേപ്പായിട്ട് ഇത് മാറും. ഇതിൽ ഏത് ഷേപ്പാണ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഫീൽ ചെയ്തിരിക്കുന്നത് അതേ കമ്പ്യൂട്ടർ കൗണ്ട് ചെയ്യുള്ളൂ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഏതാണോ ഫീഡ് ചെയ്തിരിക്കുന്നത് അതല്ലേ കമ്പ്യൂട്ടർ കൗണ്ട് ചെയ്യുള്ളൂ? അതോ കമ്പ്യൂട്ടർ പുതിയ വല്ലതും കൊണ്ടുവരുമോ? അപ്പം ഒരു കാരണവശാലും കമ്പ്യൂട്ടർ വഴി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടക്കിയാല. ഇനി രസം, അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഉഗാണ്ടയിൽ ഇങ്ങോട്ട് വരുമ്പോൾ 8 ഡിഗ്രിക്ക് താഴെ വേണം അതിന്റെ ടെമ്പറേച്ചർ. നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നിടം വരെ അങ്ങനെ ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പറ്റില്ല ആ സൊല്യൂഷൻ. മനസ്സിലായോ?
പറ്റുമോ? ഇതിനകത്ത് ആരെങ്കിലും ലാഭകാരുണ്ടോ? എന്ത് ശരിയാണോ? 8 ഡിഗ്രി താഴെയാണോ? അതെ. 8 ഡിഗ്രി താഴെ എപ്പോഴെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അത് മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ? അത് പുറത്താ വെക്കുന്നത് തന്നെ. ഒരു പ്രാവശ്യം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഗുണമില്ല. അത് 500 രൂപയിൽ 50,000 രൂപ വിലയുള്ള കുപ്പിയുണ്ട്. അതിൽ ഏത് കുപ്പി വെച്ചാണ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതനുസരിച്ചിരിക്കും നമ്മുടെ സൊല്യൂഷൻ. അവൻ ഏത് സൊല്യൂഷൻ വെച്ചാണ് നമ്മളെ ടെസ്റ്റ് ചെയ്തത്, ആ സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. മനസ്സിലായോ? ഇതൊന്നും ആരും തലയ്ക്കകത്ത് കയറാതെ പോയിട്ട് അവിടെ പോയിന്റ് 1 കൂടിയാൽ ഉടനെ നിലവിളിയാം. കോട്ടയത്ത് നിന്ന് ഒരു പുള്ളിക്കാരൻ ഇവിടെ വന്നു 10.5 ക്രിയാറ്റിൻ. അപ്പോൾ ഒരാളെ കാണുമ്പോൾ ഏകദേശം പിടികിട്ടും ക്രിയാറ്റിനേക്കാൾ ഈ ശരീരത്തിൽ എത്ര ഉണ്ടെന്ന്. ഒരു 4-ന് താഴെയാണ് ഞാൻ അയാൾക്കൊരു പ്രതീക്ഷിച്ചത്. ഇയാൾക്ക് 10.5. ഒരു ആട്ടോക്കാരനെ വിളിച്ചിട്ട് നേരത്തെ പോയിട്ട് 5 ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അരമണിക്കൂറിന് 5 ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഒരു ലാബിൽ 10.3, ഒരു ലാബിൽ 9.97, ഒരു ലാബിൽ 8.7, ഒരു ലാബിൽ 3.8, ഒരു ലാബിൽ 1. 1 എന്ന് പറഞ്ഞാൽ 2 കിഡ്നി ഓക്കെയാണ്, ഒരെണ്ണം ഒരാൾക്ക് ദാനം ചെയ്യാവുന്നത്. 10.3 എന്ന് പറഞ്ഞാൽ നിന്റെ 2 കിഡ്നിയും പോയി. വെളിയിലോട്ട് ഇറങ്ങരുത്, ഡോണറെ വിളിച്ചോ, ഇപ്പൊ മാറ്റി വെക്കണം. അങ്ങനല്ലേ? ആണോ ഇല്ലയോ? ആണോ? അതെ. പക്ഷെ ഇതിൽ ഏത് വെച്ച് എന്റെ കിഡ്നിക്ക് ഒരു വില പറയും? ഇതെല്ലാം നിങ്ങൾ എഴുതുന്ന പേപ്പർ ഇത് കൊണ്ടുവന്ന് നടക്കില്ലേ? ഒരു കാര്യം ഒപ്പം ചെയ്യാം. ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ ഒരു കാരണവശാലും വേറൊരു ഡോക്ടറെ ചെക്ക് ചെയ്ത പേപ്പർ കാണിക്കരുത്, പറയുകയും ചെയ്യരുത് വേറെ ഡോക്ടറെ അടുത്ത് പോയ കാര്യം. അപ്പോൾ ചെന്ന ഉടനെ ചോദിക്കും വേറെ എവിടെയെങ്കിലും പോയോ? നമ്മൾ ഫയലെടുത്ത് കൊടുക്കുമായിരുന്നു. നോക്കിക്കോളാം, നിങ്ങളുടെ ഇടപാട് തീർന്ന്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം അറിയോ? ഇയാൾ പിന്നെ അതനുസരിച്ചാ പോന്നെ. ആദ്യം ചെക്ക് ചെയ്ത ഡോക്ടറുടെ ഇതനുസരിച്ച് ഇയാളങ്ങ് പോകും. ഇയാൾ രോഗം കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾ വരണ്ടു പോവും. ഇയാൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രോഗമായിരിക്കില്ല. അപ്പം നിങ്ങൾ അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. അയാൾ വേറെ രോഗം കണ്ടുപിടിക്കും. 10 ഡോക്ടറെ അടുത്ത് ചെന്നാൽ 10 ഡോക്ടറും 10 രോഗം കണ്ടുപിടിക്കും. നിങ്ങൾക്ക് ആ രോഗം ഒന്നേ ഉള്ളൂ. ശരിയോ തെറ്റോ? ശരി. ഇനി മുതൽ ഇത്രയെങ്കിലും ഒരു വിവരം ഉണ്ടാവണം മനസ്സിൽ. ഒരു കാരണവശാലും നമ്മൾ ഒരു ഡോക്ടറെ മരുന്നും കൊണ്ട് വേറെ ഡോക്ടറെ അടുത്ത് പോകരുത്. ഒരു പുതിയതായിട്ട് വന്നിരിക്കുക സാറേ എനിക്കിതാണ് പ്രശ്നം. നിങ്ങൾ ഞെട്ടുന്നിറങ്ങും കാണിച്ചത്. എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾ ആ ഫയൽ കൊണ്ടല്ലേ വന്നേ. എനിക്കുമല്ലോ അറിയാം നിങ്ങൾ തപ്പണ്ടേ. ഇയാൾ എന്തോ രോഗം കണ്ടുപിടിക്കാൻ അറിയണ്ടേ? അതിനൊരു ചാൻസ് എനിക്ക് തന്നുകൂടി. ചിലപ്പോൾ ഒക്കെ ശരിയാവും, ചിലപ്പോൾ തെറ്റിപ്പോയി ഞങ്ങൾ ഒന്നുകൂടെ ഞങ്ങളോട് ചോദിക്കും അല്ലേ? അതല്ലേ ശരി? ഇനി അപ്പൊ ഒരു കാരണവശാലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ? ആ വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? മോനെ ഈ നിയമപ്രകാരം അതേ പറ്റുമോ? ഇല്ല. ആ പുള്ളിക്കാരൻ അത് പഠിച്ചത് കൊണ്ടാണ് പുള്ളിക്ക് പെട്ടെന്ന് പിടികിട്ടി. നമ്മളത് പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ലാബ് ടെക്നീഷ്യൻ പഠിച്ചവർക്ക് പെട്ടെന്ന് കമ്പ്യൂട്ടർ ചോദിച്ചതുപോലെ കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പിടികിട്ടിയില്ലേ? ഇനി നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ രോഗനിർണയം നടത്തുന്നത് ഈ കമ്പനിക്കാരനാണ്. അവൻ തീരുമാനിക്കുന്ന രോഗമാണ് നമുക്കുണ്ടാവുന്നത്. ഈ മിഷൻ തീരുമാനിക്കുന്നത്. അത് ഓപ്പറേറ്റർക്ക് ഈ പണി അറിയില്ല. ഇതിനകത്ത് എന്താണ് ഫീഡ് വെച്ചിരിക്കുന്നതെന്ന് ഓപ്പറേറ്റർക്ക് അറിയില്ല. ഇവര് ലാബുകാരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ രോഗം എന്താണെന്ന്. ഡോക്ടറല്ല. ഡോക്ടർക്ക് രോഗത്തെപ്പറ്റി യാതൊരു വിവരവുമില്ല. നിങ്ങൾക്കത് മനസ്സിലാവാതെ പോകും. ലാബ് ടെക്നീഷ്യനും ഒരു സ്കാനിങ് മെഷീനുകാരനും ഒരു ടെക്നീഷ്യന്മാരാണ് നമ്മുടെ യഥാർത്ഥത്തിൽ എന്ത് കണ്ടുപിടിക്കുന്നത്. ആണോ? സംശയമുണ്ടോ? ഇതനുസരിച്ചല്ലേ അവർ നമുക്ക് മരുന്നെഴുതുന്നത്. മരുന്ന് എഴുതുന്ന ആരാണ്? അതാരും അറിയാം. മരുന്നാണ് എഴുതുന്നത് കമ്പനി. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അവനാണ് തീരുമാനിക്കുന്നത് ഷുഗർ ഏത് മരുന്ന് കൊടുക്കണമെന്ന്. ഈ ഡോക്ടർക്ക് ഈ ഷുഗറിനെ പറ്റി ഒരു മണ്ണാങ്കട്ടി അറിയില്ല.
കമ്പനിക്കാരൻ പറഞ്ഞു ഇവൻ എങ്ങനെ ഇയാളെ പറഞ്ഞ് കമത്തി അടിച്ച് വീഴ്ത്താൻ കഴിവുണ്ടോ ആ കമ്പനിയുടെ മരുന്ന് മേടിപ്പിക്കാൻ. മാക്സിമം ട്രെയിനിങ് 41 ദിവസം. ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ട്രെയിനിങ് സമയം മാക്സിമം. അവൻ നിങ്ങളുടെ രോഗത്തിന് മരുന്ന് തരുന്നു. ആണോ ഇല്ലയോ? ആണോ ഇല്ലയോ? ശരി. ഇനി മരുന്ന് കുറിക്കേണ്ടത് ആരാന്നറിയോ? ഇതിനകത്ത് ഫാർമസിസ്റ്റ് ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഫാർമസിസ്റ്റ് അതിലുണ്ടോ? അതിലില്ല. മരുന്ന് കുറിക്കേണ്ടത് ഫാർമസിസ്റ്റ് ആണ്, അല്ല ഡോക്ടർ അല്ല. ഡോക്ടർക്ക് മരുന്ന് കുറിക്കാൻ വകുപ്പില്ല. WHO നിയമപ്രകാരം ശ്രീലങ്കയിലും പാകിസ്ഥാനിൽ പോലും ഡോക്ടർ വെള്ളി രോഗനിർണയം നടത്തുന്നു. ഫാർമസിസ്റ്റാണ് തീരുമാനിക്കുന്നത് എന്ത് മരുന്ന് കൊടുക്കണമെന്ന്. ഇതാർക്കും അറിയാം? ഇതാർക്കും അറിയാം ഇത്? ഇതൊക്കെയാ പഠിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്നൊരു വൈദ്യരെ കണ്ട് ഡോക്ടറെ കണ്ടിട്ട് ഈ ഗുളിക അങ്ങോട്ട് കുറിച്ചത് ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ പേര് പറയുന്നില്ല. ഡോക്ടർ മരുന്ന് എന്തും ഞങ്ങൾ കഴിക്കുന്നു. തൈറോയ്ഡ് എത്രയാ? ഡോക്ടർ പറഞ്ഞു കഴിച്ചോളാൻ മരുന്ന് കഴിക്കുക. എന്ത് രസാ ഇതൊക്കെ. ഇല്ല എങ്ങനെ എന്താ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയത്? എന്താ നമുക്ക് പറ്റിയത്? എവിടെയാണ് നമുക്ക് അടി കിട്ടിയത്? അന്ധമായി നിങ്ങൾ വിശ്വസിക്കുന്നു. ഈ ശരീരത്തെ പറ്റി ഈ പ്രപഞ്ചത്തിൽ ഒരു ഒറ്റയാൾക്കേ അറിയുള്ളൂ, അത് സാക്ഷാൽ ഈശ്വരൻ. അയാളാണ് ഈ ശരീരം ഉണ്ടാക്കിയത്. അയാൾക്ക് മാത്രമേ ഇതിന്റെ റിപ്പയറിങ് അറിയാവൂ. അയാൾക്ക് മാത്രമേ ഇതിന്റെ ഘടന അറിയാവൂ. വേറെ ലോകത്ത് ഒരു മനുഷ്യനും ഈ ശരീരത്തെ പറ്റി ഒരു മണ്ണാങ്കട്ടം പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നുമില്ല, പഠിക്കത്തുമില്ല. നിങ്ങളെയൊക്കെ അന്ധമായി എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ച് എന്തൊക്കെയോ വാരിക്കൂട്ടിക്കൊണ്ട് വച്ചിരിക്കണം. ഈ ശരീരത്തിന് ഒരു സ്പർശം, ഒരു നോട്ടം, ഒരു കേൾവി, ഒരു ടേസ്റ്റ്, ഒരു കാഴ്ച, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെല്ലാം നിങ്ങളുടെ ഈ ശരീരം നടത്തുന്നു നോക്കുമോ. നാട്ടിലിരിക്കുന്ന അമ്മ, അമേരിക്കയിലിരിക്കുന്ന മോനോ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയാതെ നിന്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ബോധം കെട്ടി വീഴും. ഒരു ചെവിക്ക് ഒരു കേൾവിയുടെ പവർ, ഒരു കേൾവി കൊണ്ട് ആന്തരിക അവയവത്തെ എങ്ങനെയാണ് പെരുമാറുന്നുണ്ടോ. ഒരു മണം വൃത്തികെട്ടൊരു നാറ്റം അടിച്ചാൽ അപ്പം നിങ്ങൾ ഛർദ്ദിക്കും. ഒരു മണത്തിന്റെ പവർ. ഒരു കാഴ്ച കണ്ടാൽ, ചീഞ്ഞ് അലിഞ്ഞു കിടക്കുന്ന ശവശരീരം കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോധക്കേട് വരും. വരൂലേ? ചതഞ്ഞെരിഞ്ഞു കിടക്കുന്ന ശരീരം കണ്ടു കഴിഞ്ഞാൽ ബോധക്കേട് വരൂലേ? അതൊരു കാഴ്ച, ഒരു ടേസ്റ്റ്. ഏത് സാധനമാണോ നിങ്ങൾ നാക്കിലോട്ട് തൊട്ടത് അതിന്റെ ടേസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ ഛർദ്ദിക്കും, ചിലപ്പോൾ ഇറക്കും, ചിലപ്പോൾ ടേസ്റ്റ് നല്ലോണം കൂടുതൽ തിന്നും. എല്ലാം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഈശ്വരനാണ്. ഒരൊറ്റ സൈഗോട്ട്, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായ ഒരു സൈഗോട്ട് കൊണ്ട്, ഒറ്റ കോശത്തെ കൊണ്ട് ഈ ശരീരം മൊത്തം ഇവന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് ഒരുത്തരും ഇതുവരെ അറിയില്ല. ഒറ്റ സെല്ലാണ് ഒരു സൈഗോട്ട്. ആ സൈഗോട്ട് കൊണ്ട് കണ്ണ്, മൂക്ക്, വായ, ചെവി, ആന്തരിക അവയവങ്ങളെല്ലാം നിങ്ങൾ ഇരിക്കാനും ചിരിക്കാനും നടക്കാനും ഓടാനും ചാടാനും വേണ്ടി നിങ്ങൾ പ്രത്യേകം ഒരു ആഹാരവും ഇല്ല. ഉണ്ടോ? പണ്ടേ പറ. എല്ലാ ആഹാരവും എന്ത് ഒരു കഞ്ഞി കുടിച്ചാൽ പോലും സർവ്വ ഇന്ദ്രിയങ്ങളും സകല അവയവങ്ങളും അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ഇൻസുലിനെ കൂടി കിട്ടിയാൽ അത് നമ്മുടെ ശരീരത്തിന്റെ കോശത്തിന്റെ പുതിയ പണി നടത്തി തരുമെന്നും എനർജിയാക്കി മാറ്റുമെന്നും പഠിച്ചില്ലേ? പഠിച്ചു. പക്ഷേ അപ്പം ഒരു അവയവത്തിനും പ്രത്യേകം ആഹാരം കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ദാനം നിങ്ങൾക്ക് തന്നാലും എല്ലാവരും കൂടെ വീതിച്ചെടുക്കത്തേ ഉള്ളൂ. ആരും പ്രത്യേകം എടുക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്യാൻസർ കാരണം പനിക്കാരന് ഒരു മരുന്നാണ്. അത് വിശ്വസിക്കാൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കഴിയുമോ? കഴിയില്ല. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ ഇടത്തേക്കടിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്ന ആളുകളാ പഠിച്ചിരിക്കുന്ന. അങ്ങനെ ആണോ ഇല്ലയോ? സത്യം എന്താണ്? വേണ്ട അത് വിശ്വസിക്കാൻ 10-20 കൊല്ലത്തെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റിയ വിദ്യാഭ്യാസം നിങ്ങളിലുണ്ടോ? നിങ്ങളിലില്ല വിദ്യാഭ്യാസം. ഉണ്ടാവൂല. ഉണ്ടോ? സംഗതി ശരിയാക്കിയാ, പക്ഷേ ഞാൻ പഠിച്ചു പോയി ഇല്ലേ? അത് നിങ്ങളോട് ഒറ്റയടിക്ക് എടുത്ത് കളയാൻ പറ്റുമോ? നടക്കില്ല. യാഥാർത്ഥ്യം ഇവിടെയാണ്. അതുകൊണ്ടാണ് എല്ലാ രോഗത്തിനും ഇവിടെ ഞാൻ നിങ്ങൾ വേണേൽ പേപ്പർ എടുത്ത് കാണിച്ചു തരാം.
ഇപ്പൊ എത്രയും പേര് കയറിയില്ലാത്തോട്ട് കയറിയവരുടെ എല്ലാം ഒറ്റ മരുന്ന് എഴുതി വെച്ചിരിക്കുന്നു. സകലമായ പേർക്ക് ഒരു മരുന്ന് ആണോ? അപ്പറ അത് വരാൻ പോയോ? ഷുഗർ വരുന്നേ ഉള്ളൂ. ആ ഷുഗറെ ഇവിടെ പഠിപ്പിക്കത്തുള്ളൂ. ശരിയായോ ഇല്ലയോ? ഞാൻ പറയുന്നത് ലോജിക്കാവുന്നുണ്ടോ? തങ്ങളിൽ ചേരുന്നുണ്ടോ? ഉണ്ടോ? ഇത്രയൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മള് ഈ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കോശത്തിനെ കൊണ്ടാണ്. ഒരു സൈറ്റോപ്ലാസോ, ഒരു പ്രോട്ടോപ്ലാസോ, ഒരു DNA.